ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നൊരു ഭാഗമാണ് പറയുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ദെയർ നാച്ചർ ഇൻ സ്യൂട്ടബിൾ കാറ്റഗറീസ്. സ്യൂട്ടബിൾ കാറ്റഗറിയിലുള്ള നാച്ചർ അനുസരിച്ചിട്ട് മെറ്റീരിയൽസിനെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ, അലുമിനിയം, കോപ്പർ എക്സെട്ര മേ ബി ക്ലാസിഫൈഡ് ആസ് മെറ്റൽസ്. Items like soap, cotton waste, lubricate oil, etc. may be classified as consumable stores. All forms of tools including jigs and fixtures may be classified as tools, etc. അതായത് നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽസിനെ വ്യത്യസ്ത രീതിയിൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അയൺ, അലുമിനിയം, കോപ്പർ എന്നതിനെ മെറ്റൽ എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സോപ്പ്, കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്നതിനെ നമ്മൾ കൺസ്യൂമബിൾ സ്റ്റോർസ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ടൂൾസ് ആയിട്ടുള്ള ജിഗ്സ്, ഫിക്സ്ചേഴ്സ് എന്നിവയെ നമ്മൾ ടൂൾസ് എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഫെസിലിറ്റേറ്റ് കൺവീനിയൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ദെയർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചെയ്യുന്നതിനും അതിൻ്റെ ഈസി ഐഡൻറ്റിഫിക്കേഷനും ഉള്ള കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചെയ്യുന്നതിൻ്റെ കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി ഐഡൻറ്റിഫിക്കേഷൻ, പെട്ടെന്ന് തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഫെസിലിറ്റേറ്റ്സ് കൺവീനിയൻസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദെയർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ, ഈസി ആയിട്ട് അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയുന്നുണ്ട്. നെക്സ്റ്റ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓർ സിംബൽസ് ടു ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ടു ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. മെറ്റീരിയൽസിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓരോ ഐറ്റം ഓഫ് മെറ്റീരിയൽസിനും ലെറ്ററുകളോ നമ്പറുകളോ സിംബലുകളോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പറുകളോ ലെറ്ററുകളോ നൽകുക അല്ലെങ്കിൽ സിംബലുകൾ പ്രൊവൈഡ് ചെയ്യുക. ടു ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ, ഓരോ ഐറ്റം ഓഫ് മെറ്റീരിയൽസിനും സിംബലുകളോ ലെറ്ററുകളോ നമ്പറുകളോ പ്രൊവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ടു ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്ന സിംബൽസ്, ലെറ്ററുകൾ, നമ്പറുകൾ എന്നിവയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുക. ദസ് ദ നമ്പർ ഓർ ലെറ്റർ ഓർ സിംബൽ ഈസ് എ കോഡ്. അതുകൊണ്ട് തന്നെ നമ്പറോ ലെറ്ററോ സിംബലോ എന്തായിട്ട് പറയാം? ഒരു കോഡ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് സീക്രട്ട് ആൻഡ് ഷോർട്ട് നെയിം ഓഫ് മെറ്റീരിയൽ ഐറ്റം. മെറ്റീരിയൽ ഐറ്റത്തിൻ്റെ സീക്രട്ട് ആൻഡ് ഷോർട്ട് നെയിമാണ് കോഡിഫിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പറിനെയോ ലെറ്ററിനെയോ സിംബലിനെയോ നമുക്ക് എന്ത് പറയാം? കോഡ് എന്ന രീതിയിൽ പറയാം. ദസ് ദ നമ്പർ ഓർ ലെറ്റർ ഓർ സിംബൽ ഈസ് എ കോഡ്. നമ്പറോ ലെറ്ററോ സിംബലോ എന്താണ്? ഒരു കോഡാണ്. ഇറ്റ് ഈസ് സീക്രട്ട് ആൻഡ് ഷോർട്ട് നെയിം ഓഫ് മെറ്റീരിയൽ ഐറ്റം. മെറ്റീരിയൽ ഐറ്റത്തിൻ്റെ സീക്രട്ട് ആൻഡ് ഷോർട്ട് നെയിമിനെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? കോഡിഫിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ കോഡിഫിക്കേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് ഒന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇറ്റ് മെയിൻറ്റെയിൻസ് സീക്രസി ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ്. മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. നാലാമത് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് റെഡ്യൂസസ് ക്ലറിക്കൽ വർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഫെസിലിറ്റീസ് സ്പീഡി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസിൻ്റെ സ്പീഡി മൂവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓവറാൾ മെറ്റീരിയൽ കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഓവറാൾ മെറ്റീരിയൽ കൺട്രോളിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ ഈസി ഐഡൻറ്റിഫിക്കേഷന് സഹായിക്കുന്നുണ്ട്. മെറ്റീരിയൽസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മെക്കനൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചും ഇത് എസെൻഷ്യലാണ്. ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ലറിക്കൽ വർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസിൻ്റെ സ്പീഡി മൂവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓവറാൾ മെറ്റീരിയൽ കൺട്രോളിനും സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റോക്ക് ലെവൽ എന്നൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. എന്താണ് സ്റ്റോക്ക് ലെവൽ എന്ന് നോക്കാം. ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് അറ്റ് ഒപ്റ്റിമം ലെവൽ. ഒപ്റ്റിമം ലെവലിൽ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്
അതുപോലെ തന്നെ ദർ ഷുഡ് ബി നെയ്തർ ഓവർ സ്റ്റോക്കിംഗ് നോർ അണ്ടർ സ്റ്റോക്കിംഗ്. ഓവർ സ്റ്റോക്കിങ്ങോ അണ്ടർ സ്റ്റോക്കിങ്ങോ ഇല്ലാതെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് or to minimize the total cost of inventory, management may fix certain stock levels like maximum level, minimum level, reorder level, average level and danger level. അതായത് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും മെറ്റീരിയൽസിൻ്റെ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെർട്ടൻ സ്റ്റോക്ക് ലെവൽസ് ഫിക്സ് ചെയ്യും. അതിനെ നമ്മൾ എന്ന് പറയുന്നത് മാക്സിമം ലെവലെന്നും മിനിമം ലെവലെന്നും റീഓർഡർ ലെവലെന്നും ആവറേജ് ലെവലെന്നും ഡേഞ്ചർ ലെവലെന്നും രീതിയിലുള്ള ചില സെർട്ടൻ സ്റ്റോക്ക് ലെവൽ മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്യും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മാക്സിമം ലെവൽ. എന്താണ് മാക്സിമം ലെവൽ എന്ന് നോക്കാം. മാക്സിമം സ്റ്റോക്ക് ഈസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയുടെ അപ്പർ ലെവലിനെയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. അതായത് ഇറ്റ് ഈസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയുടെ അപ്പർ ലെവലിനെയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയാണത്. ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. സ്റ്റോക്കായിട്ട് ഹെൽഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ആൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഒരു ഐറ്റം ഓഫ് മെറ്റീരിയലിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയാണത്. ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. സ്റ്റോക്കായിട്ട് ഹെൽഡ് ചെയ്യുന്ന ഒരു ഐറ്റം ഓഫ് മെറ്റീരിയലിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലെവൽ എബോവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി മെയിൻറ്റെയിൻ. ഇതിൽ കൂടുതൽ ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ദിസ് ഈസ് ദ ലെവൽ എബോവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി മെയിൻറ്റെയിൻ. ഈ ലെവലിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിനെ നമ്മൾ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻറ്ററി. ഇറ്റ് ഈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് എൻ ഐറ്റം ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ സ്റ്റോക്ക് അറ്റ് എനി ടൈം. സ്റ്റോക്കായിട്ട് ഹെൽഡ് ചെയ്യുന്ന മാക്സിമം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ മാക്സിമം ലെവൽ എന്ന് പറയുക. ദിസ് ഈസ് ദ ലെവൽ എബോവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി മെയിൻറ്റെയിൻ. മാക്സിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലെവൽ കിട്ടും. റീഓർഡർ ലെവലിൻ്റെ കൂടെ റീഓർഡർ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അതിൽ നിന്നും മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ലെവൽ കിട്ടും. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ, ടൈം നെസസറി ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്, സ്റ്റോറേജ് കോസ്റ്റ്, EOQ, സീസണൽ ആൻഡ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്, റിസ്ക് ഓഫ് ഒബ്സോളസൻസ്. ഇതാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൺസംഷൻ ചെയ്യുന്നതിൻ്റെ റേറ്റ്, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, പുതിയ മെറ്റീരിയൽസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം, സ്റ്റോറേജ് കോസ്റ്റ്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, സീസണൽ ആൻഡ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്, റിസ്ക് ഓഫ് ഒബ്സോളസൻസ് ആണ് ഈ സ്റ്റോക്ക് ലെവലിനെ അല്ലെങ്കിൽ മാക്സിമം സ്റ്റോക്ക് ലെവലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിനിമം ലെവൽ. എന്താണ് മിനിമം ലെവൽ എന്ന് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ആൾ ടൈംസ്. അതായത് ഹെൽഡ് ചെയ്തിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിനെയാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിൻ്റെ മിനിമം ക്വാണ്ടിറ്റി ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ആൾ ടൈംസ്. ഇറ്റ് ഈസ് ദാറ്റ് ലെവൽ ബിലോ വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ബി ഫാൾ. ഈ ലെവലിനേക്കാളും താഴത്തേക്ക് സ്റ്റോക്ക് ബിലോ ആകുന്നതിന് അലൗ ചെയ്യാത്ത ഒരു ലെവലിനെയാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. The main purpose of this level is to ensure that production is not stopped due to non-availability of materials. മെറ്റീരിയൽസിൻ്റെ ലഭ്യത കുറവ് മുഖാന്തരം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ആൾ ടൈംസ്. ഹെൽഡ് ചെയ്തിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിനെയാണ് നമ്മൾ മിനിമം ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ലെവൽ ബിലോ വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ബി ഫാൾ. ഈ ലെവലിനേക്കാളും താഴേക്ക് സ്റ്റോക്ക് ഫാൾ ചെയ്യുന്നതിനെ അലൗ ചെയ്യുകയില്ല. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ലെവൽ, ഈ ലെവലിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ മെറ്റീരിയൽസിൻ്റെ നോൺ അവൈലബിലിറ്റി മുഖാന്തരം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതെ അതിനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. മിനിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അതായത് റീഓർഡർ ലെവലിൽ നിന്നും നോർമൽ കൺസംഷൻ്റെ നോർമൽ റീഓർഡർ പീരീഡ് ഗുണിച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ട് അതിൽ നിന്നും നോർമൽ കൺസംഷൻ നോർമൽ റീഓർഡർ പീരീഡ് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുകയാണ് മിനിമം ലെവൽ എന്ന് പറയുന്നത്. മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ എന്നുള്ളത് കിട്ടും. ഇതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആവറേജ് ടൈം
ആവറേജ് ടൈം റിക്വയർഡ് ടു ഗെറ്റ് ന്യൂ മെറ്റീരിയൽസ്, ആവറേജ് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ, പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്, റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി. അടുത്ത് പറയാനുള്ള റീഓർഡർ ലെവൽ. എന്താണ് റീഓർഡർ ലെവൽ എന്ന് നോക്കാം. ദിസ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ലെവലിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ ഫർദർ സപ്ലൈക്ക് വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന ലെവലിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുക. വെൻ ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് റീച്ചസ് ദിസ് ലെവൽ, ദ സ്റ്റോർ കീപ്പർ വുഡ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഈ ലെവലിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം? വുഡ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. റീഓർഡർ ലെവൽ ഈസ് ഫിക്സഡ് സംവേർ ബിറ്റ്വീൻ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. മിനിമം ലെവലിനും മാക്സിമം ലെവലിനും ഇടയിലായിട്ടാണ് റീഓർഡർ ലെവൽ എന്നത് ഫിക്സ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ ഫർദർ സപ്ലൈക്ക് വേണ്ടി പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ റീ ഓർഡർ എന്ന് പറയുക. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഈ ലെവലിൽ റീച്ച് ചെയ്താൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം? വുഡ് ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഫിക്സഡ് സംവേർ ബിറ്റ്വീൻ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. മിനിമം ലെവലിനും മാക്സിമം ലെവലിനും ഇടയിലായിട്ടാണ് റീഓർഡർ ലെവൽ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേഞ്ചർ ലെവൽ. എന്താണ് ഡേഞ്ചർ ലെവൽ എന്ന് നോക്കാം. റീഓർഡർ ലെവലിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞില്ല. റീഓർഡർ ലെവലിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഓർഡർ ലെവൽ ഫിക്സ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കൺസംഷൻ, പിന്നെ റീഓർഡർ പീരിയഡ്, വേരിയേഷൻ ഇൻ ദ റീഓർഡർ പീരിയഡ്, മിനിമം ലെവല്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ചെയ്താൽ നമുക്ക് റീഓർഡർ ലെവൽ കിട്ടും. അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ് ചെയ്താൽ നമുക്ക് റീഓർഡർ ലെവൽ കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഡേഞ്ചർ ലെവലാണ് പറയാനുള്ളത്. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നെവർ ബി അലൗഡ് ടു ബി ഫാൾ. ഈ ലെവലിനും താഴേക്ക് സ്റ്റോക്ക് ഫാൾ ചെയ്യുന്നതിന് അലൗ ചെയ്യാത്ത ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റോക്ക് ലെവൽ ഫാൾസ് ബിലോ ദ മിനിമം ലെവൽ ഈസ് കാൾഡ് ഡേഞ്ചർ ലെവൽ. മിനിമം ലെവലിനേക്കാളും താഴേക്ക് സ്റ്റോക്ക് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡേഞ്ചർ ലെവൽ എന്ന് പറയും. When the stock reaches danger level, urgent and emergency action should be taken to replenish the stock. സ്റ്റോക്ക് റീഓർഡർ ലെവൽ അല്ല ഡേഞ്ചർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എമർജൻസി ആക്ഷൻ എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു റീപ്ലനിഷ് ദ സ്റ്റോക്ക് സോ ദാറ്റ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്റ്റോപ്ഡ്. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലനിഷ് ചെയ്യണം. ഡേഞ്ചർ ലെവൽ ഈസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഡേഞ്ചർ വാർണിംഗ് ലെവൽ. ഡേഞ്ചർ ലെവലിനെ നമുക്ക് എന്തും പറയാം? ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നും സൂചിപ്പിക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നെവർ ബി അലൗഡ് ടു ബി ഫാൾ ചെയ്യാൻ, അതായത് ഇതിനും താഴേക്ക് സ്റ്റോക്ക് ഫാൾ ചെയ്യാത്ത ഒരു ലെവലിനെയാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഈ മിനിമം ലെവലിനും താഴേക്ക് സ്റ്റോക്ക് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയാം. ഡേഞ്ചർ ലെവലിൽ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ അർജൻറ്റ് ആൻഡ് എമർജൻസി ആക്ഷൻ എടുക്കണം. ടു റീപ്ലനിഷ് ദ സ്റ്റോക്കിനെ റീപ്ലനിഷ് ചെയ്യാനുള്ള അർജൻറ്റ് ആൻഡ് എമർജൻസി ആക്ഷൻ എടുക്കണം. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ നമ്മൾ റീപ്ലനിഷ് ചെയ്യണം. ഡേഞ്ചർ ലെവലിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡേഞ്ചർ വാർണിംഗ് ലെവൽ എന്നും പറയാറുണ്ട്. അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ബൈ എ കൺസേൺ. ഒരു കൺസേൺ ഹെൽഡ് ചെയ്യുന്ന ആവറേജ് സ്റ്റോക്കിനെ നമ്മൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയാം. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവലിൻ്റെ കൂടെ 1/2 റീഓർഡർ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. ഇറ്റ് ഈസ് ദ ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ബൈ എ കൺസേൺ. ഒരു കൺസേൺ ഹെൽഡ് ചെയ്യുന്ന ആവറേജ് സ്റ്റോക്കിനെയാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. അതായത് ആവറേജ് കൺസംഷൻ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ്. എമർജൻസി പർച്ചേസസിന് വരുന്ന മാക്സിമം റീഓർഡർ പീരിയഡ് കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആവറേജ് കൺസംഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡേഞ്ചർ ലെവൽ കിട്ടും. ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി കൺസംഷൻ. എമർജൻസി കൺസംഷൻ വരുന്ന മാക്സിമം റീഓർഡർ പീരിയഡ് കൊണ്ട് നമ്മൾ ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് കൺസംഷനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചർ ലെവൽ കിട്ടും. മാക്സിമം കൺസംഷൻ അല്ലെങ്കിൽ മാക്സിമം റീഓർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസസ് ഇൻറ്റു ആവറേജ് കൺസംഷൻ ചെയ്താൽ നമുക്ക് ഡേഞ്ചർ ലെവൽ കിട്ടും.
ഇനി ലാസ്റ്റ് പറയുന്നത് റീ ഓർഡർ പീരീഡ്. എന്താണ് റീ ഓർഡർ പീരീഡ് നോക്കാം. ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ലെവൽസ് ദ ടേം റീ ഓർഡർ പീരീഡ് റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്. പുതിയ മെറ്റീരിയൽസ് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന സമയത്തിനെയാണ് നമ്മൾ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് റിക്വയർഡ് ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻ ഓർഡർ ആൻഡ് ദ ആക്ച്വൽ റിസീപ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ്. ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനും മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ റിസീപ്റ്റ് ലഭിക്കുന്നതിനും വേണ്ടി വരുന്ന ടൈം ഗ്യാപ്പിനെയാണ് റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ദ ടൈം ലാഗ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം ലാഗിനെ നമുക്ക് റീ ഓർഡർ പീരീഡ് എന്ന് പറയാം. സംടൈംസ് റീ ഓർഡർ പീരീഡ് ഈസ് കാൾഡ് ലീഡ് ടൈം ഓർ ഡെലിവറി പീരീഡ്. റീ ഓർഡർ പീരീഡിന് നമുക്ക് എന്തും പറയാം, ലീഡ് ടൈം എന്നും ഡെലിവറി പീരീഡ് എന്നും നമുക്ക് പറയാം. സ്റ്റോക്ക് ലെവലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമിനെയാണ് നമ്മൾ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. പ്ലേസിംഗ് ആൻ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനും അതിൻ്റെ ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽസ് നേടിയെടുക്കാനും വേണ്ടി വരുന്ന ടൈം ഗ്യാപ്പിനെയാണ് റീ ഓർഡർ പീരീഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ടൈം ലാഗ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം ലാഗിനെയാണ് റീ ഓർഡർ പീരീഡ് എന്ന് പറയാം. ഈ റീ ഓർഡർ പീരീഡിനെ നമുക്ക് ലീഡ് ടൈം എന്നോ ഡെലിവറി പീരീഡ് എന്നോ നമുക്ക് വീണ്ടും സൂചിപ്പിക്കുകയും ചെയ്യാം. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ലെവൽ പറയുന്നത്. മാക്സിമം ലെവല്, മിനിമം ലെവല്, അതുപോലെ തന്നെ റീ ഓർഡർ ലെവല് അല്ലെങ്കിൽ ഓർഡറിംഗ് ലെവൽ എന്ന് പറയാം. ആവറേജ് സ്റ്റോക്ക് ലെവല്, ഡേഞ്ചർ ലെവല്, റീ ഓർഡർ പീരീഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞത്? ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും കോഡിഫിക്കേഷൻ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും പിന്നെ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോക്ക് ലെവല്, മാക്സിമം ലെവല്, മിനിമം ലെവല്, അതുപോലെ റീ ഓർഡർ ലെവല്, ഡേഞ്ചർ ലെവല്, ആവറേജ് സ്റ്റോക്ക് ലെവല്, റീ ഓർഡർ പീരീഡ് എന്നിവയെക്കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.